JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അതിൽ നിന്ന് വരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്, PSC ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ പൂർത്തിയായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആലപ്പുഴയില് നിലവിൽ വന്ന ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജായ TD മെഡിക്കൽ കോളേജിന്റെ പേരിലെ TD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ച കാര്യമാണോ ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ആലപ്പുഴയിൽ നിലവിൽ വന്ന ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജായ TD മെഡിക്കൽ കോളേജിന്റെ പേരിലെ TD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തിരുമല ദേവസ്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്കും നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും മാസം നിശ്ചിത തുക നൽകാനായി സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. മിഠായി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ജീവനം. കുറ്റകൃത്യത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി എന്താണ്? ജീവനം. അടുത്ത ക്വസ്റ്റ്യൻ, വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നാക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യാണ്. എന്താണ് ശരണ്യ പദ്ധതി? വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നീ പിന്നോക്കാവസ്ഥയുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ശരണ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം ആണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സിസേറിയനിലൂടെ ജനിച്ച ആദ്യത്തെ കുട്ടി ഏതാണ്? മിഖായേൽ ശവരി മുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, തേൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് തേൻ അമൃത് പദ്ധതി. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? തേൻ അമൃത് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ബാധ കേരളത്തിൽ സ്ഥിരീകരിച്ചത് എപ്പോഴാണ്? 2019 ജനുവരി 30. 2019 ജനുവരി 30. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്ന വർഷം? കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്ന വർഷം 2004 അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചിയിലായിരുന്നു നടന്നത്. 2004 കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നത്. എവിടെ വെച്ചാണ്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചിയിലായിരുന്നു നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ ക്യാൻസർ സെന്റർ? സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ ക്യാൻസർ സെന്റർ എവിടെയാണ്? MVR ക്യാൻസർ സെന്റർ കോഴിക്കോട്. MVR ക്യാൻസർ സെന്റർ കോഴിക്കോട്. സഹകരണ മേഖലയിലെ കേരളത്തില് ആദ്യ ക്യാൻസർ സെന്റർ എവിടെയാണ്? MVR ക്യാൻസർ സെന്റർ കോഴിക്കോട്. അടുത്ത്. കേരളത്തിലെ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത ചലച്ചിത്രം? കേരളത്തിലെ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? വൈറസ്. വൈറസ് ആണ് കേരളത്തിലെ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത ചലച്ചിത്രം വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം എന്നാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ച വർഷം 1951 നവംബർ 27. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. 1951 നവംബർ 27. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. സ്വകാര്യ മേഖലയിൽ വന്ന കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ്? സ്വകാര്യ മേഖലയിൽ വന്ന കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി AR മേനോൻ. AR മേനോൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. മികച്ച നേഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മികച്ച നേഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ലിനി. ലിനിയുടെ പേരാണ് മികച്ച നേഴ്സിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികൾ ഉള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂര്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സഹകരണ ആശുപത്രികൾ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥാപിതമായ വർഷം? തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥാപിതമായ വർഷം 1981. 1981 തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥാപിതമായ വർഷം. പട്ടികജാതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? പാലക്കാട്. പട്ടികജാതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ. 2019 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2019 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ലിനി പുതുശ്ശേരി. ലിനി പുതുശ്ശേരിക്കാണ് 2019 ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ സിദ്ധ മെഡിക്കൽ കോളേജ്? കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് പോത്തൻകോട് തിരുവനന്തപുരം. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് പോത്തൻകോട് തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. PS വാര്യർ കോട്ടക്കൽ ആര്യ വൈദ്യശാല സ്ഥാപിച്ച വർഷം?
PS വാര്യർ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ച വർഷം 1902. 1902. അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ ഭരണകാലത്താണ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചത്? സി അച്യുതമേനോന്റെ ഭരണകാലത്ത്. അച്യുതമേനോന്റെ ഭരണകാലത്താണ് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.